ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിൻസീസ് കുക്കറി ചാനൽ. നമുക്കിവിടെ ഇന്ന് കണ്ടോ ചെറിയ കൂർക്ക കണ്ടോ, എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പം ഇതിൻ്റെ ഒറിജിനൽ രൂപം ഇതാണ്. അപ്പം എല്ലാവരും വിചാരിക്കും ഇത്ര ചെറുത് എന്തിനാണ് വാങ്ങിച്ചത്. വലുതെല്ലാവരും വാങ്ങിക്കുമ്പോൾ വളരെ വലുതാണ് വാങ്ങിക്കാറ്. പക്ഷെ ഞാൻ എപ്പോൾ വാങ്ങിച്ചാലും ഏറ്റവും ചെറുത് കിട്ടാമോ അത്രയും ചെറുത് വാങ്ങിക്കും. അപ്പം ഇതിനകത്തൊരു മെത്തേഡ് ഉണ്ട്. ഇത് ക്ലീൻ ചെയ്യാൻ എന്ത് പാട്, ഇത് മെനക്കേടല്ലേ, കയ്യിൽ കറയാകില്ലേ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുകൾ വരും ഇതിലേക്ക്. അപ്പം എല്ലാവരും അതിൻ്റെ ടിപ്പ് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടിപൊളിയാണെങ്കിൽ കമൻറ്റ് ഉറപ്പായിട്ടും ഇടണം. അപ്പം നമുക്ക് നോക്കാം എന്നാ ചെയ്യുന്നതെന്ന്. ഇതുപോലെ കൂർക്ക എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകി, നല്ല വൃത്തിയായിട്ട് തിരുമ്മി കഴുകിയപ്പോൾ കണ്ട് ഇതുപോലെ വെള്ളം വന്നു. എന്നിട്ടോ ഞാൻ നമ്മുടെ കുക്കറിലേക്ക് ഇതെല്ലാം വാരിയിട്ട് ഇതിനെ വൃത്തിയാക്കി ഒരു 2-3 വിസിൽ അടുപ്പിച്ചു. അതായത് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വിസിലടുപ്പിച്ചെടുത്തു. വിസിലടുപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇതിനെ ഇട്ടു. എന്നിട്ടോ ഇനിയാണ് നമ്മുടെ ടിപ്പ് പറയുന്നത്. നോക്കുക, കൈ കൊണ്ട് തെന്നിക്കുമ്പോൾ തന്നെ ഉണ്ടോ ഇങ്ങനെ ഈസി ആയിട്ട് വരും. കണ്ടോ, നല്ല സുഖമാണ്. തരുന്ന് നമുക്ക് ചെയ്യാം. നല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. ബീഫിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിയാണ്. കണ്ടോ, ഇതുപോലെ എല്ലാ കിഴങ്ങുകളും വരും. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ പിടിക്കുന്നുണ്ടാട്ടോ ഒരു കൈ കൊണ്ട് കാണിക്കുന്നേ. കണ്ടോ, എല്ലാം നല്ല ഞാൻ കാണിച്ചു തരാമേ. വേണ്ട, ഈസി ആയിട്ട് ഒരു കൈ മതി. ഉണ്ടോ, സൂപ്പറായിട്ട് പോരും. അയ്യോ എടുക്കട്ടെ. വേണ്ട, നല്ല വൃത്തിയായിട്ട് ഒറ്റ കൈ മതി, നല്ലതായിട്ട് പോരുമല്ല. വേണ്ട, അപ്പം എല്ലാവർക്കും ഇതിൻ്റെ ഈസി മനസ്സിലായോ? ഇനി എല്ലാവരും ഇതുപോലെ ചെറിയ കൂർക്ക വാങ്ങിക്കാൻ തുടങ്ങും. അപ്പം എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. പല രീതിയിൽ ഇതിനെ കറി വയ്ക്കാൻ പറ്റും. കണ്ടോ, വെള്ളത്തിൽ നിന്ന് എടുക്കുക, ഇങ്ങനെ തെന്നിച്ച് കളയുക. ഇത്രയേ സംഭവമുള്ളൂ. വേണ്ട, തരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇനി ആരും കൂർക്ക വാങ്ങിക്കാൻ നേരത്ത് മടി കാണിക്കേണ്ട. വളരെ ടേസ്റ്റ് ആയതാണ്. വെറുതെ പുഴുങ്ങി കഴിക്കാൻ നല്ലതാണ്. ബീഫൊക്കെ ഇട്ടിട്ടാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അല്ലാതെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. അപ്പം ചെറിയ കൂർക്കയാണെങ്കിൽ നമ്മൾ വിസിൽ കുറച്ചടിച്ചാൽ മതിയാവും. പറയാൻ കാരണം പെട്ടെന്ന് നന്നായിട്ട് വേവും. ഇത് എളുപ്പം കുക്കറിനകത്ത് ഇതുണ്ടോ, ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. വേണ്ട, അപ്പം ഇനി എല്ലാവരും ഇതുപോലെ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.